ഇന്ത്യ മുന്നണിയിൽ ബംഗാളിൽ ഒരു സീറ്റ് ധാരണയിലേക്ക് പോകില്ല എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ് മമതാ ബാനർജി. അത് കോൺഗ്രസ് എന്നല്ല, ഒരു കക്ഷിയെയും താൻ അടുപ്പിക്കുന്നില്ല, ഒറ്റയ്ക്ക് മത്സരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. 42 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് നേരിട്ട് BJP-യോട് ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റെണ്ണം കൂട്ടാനായി തീരുമാനിച്ചിരിക്കുന്നു. അതാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസുമായി താൻ ഒരു തരത്തിലും ചർച്ചകൾ നടത്തിയിട്ടില്ല. ഐ ഹാഡ് നോ ഡിസ്കഷൻസ് വിത്ത് കോൺഗ്രസ് എന്നാണ് മമതാ ബാനർജി കൃത്യമായി പറഞ്ഞത്. പിന്നെ തനിക്ക് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ എന്തിനാണ് കോൺഗ്രസിന്റെ പിന്തുണ തേടേണ്ടത് എന്ന ചോദ്യം ന്യായമായും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ബംഗാളിലെ സാഹചര്യത്തിൽ കൃത്യവുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രമാണ് അവിടെ കോൺഗ്രസിന് കിട്ടിയത്. അപ്പോൾ കോൺഗ്രസിനെ കൂടെ കൂട്ടിയത് കൊണ്ട് തനിക്ക് എന്ത് പ്രയോജനം, പിന്നീടുള്ള ഒരു ബാർഗനിങ് പവർ കുറയുകയല്ലാതെ എന്ത് പ്രയോജനം എന്ന് മമത ചിന്തിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. അതിൽ ഒരു മഞ്ഞുരുക്കത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചകൾ എവിടേക്കെങ്കിലും എത്തിക്കാനായിട്ടുള്ള ഒരു ആറ് വേണ്ട 4 ആയാലും മതി എന്നൊക്കെ കോൺഗ്രസ് പറയാൻ തയ്യാറാണ്. പക്ഷേ ഒരു ചർച്ചയ്ക്ക് മമത തയ്യാറല്ല എന്നതാണ് മമതാ ബാനർജിയുടെ പ്രതികരണത്തിൽ നിന്നും തൃണമൂൽ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. പ്രദീപ് ഭട്ടാചാര്യ ബംഗാളിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. പ്രദീപ് ഭട്ടാചാര്യ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര വരുന്നതിനെ പറ്റി തങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല, തങ്ങൾ ആരും അതിൽ പങ്കെടുക്കാനും പോകുന്നില്ല, അതുമായി സഹകരിക്കാനും പോകുന്നില്ല എന്ന് വ്യക്തമായി ഒരു മുതിർന്ന നേതാവ് തന്നെ എല്ലാവരെയും ക്ഷണിച്ചുവെന്ന് പ്രദീപ് ഭട്ടാചാര്യ പറയുമ്പോൾ പ്രദീപ് ഭട്ടാചാര്യയോട് തൃണമൂൽ കൊടുക്കുന്ന മറുപടിയാണിത്. ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾ ആരും വരാനും പോകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം ഈ ന്യായയാത്രയുമായി കണക്ട് ചെയ്ത ഒരു കാര്യം പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. ന്യായയാത്ര നാളെ ഇപ്പോൾ ബംഗാളിൽ എത്തുന്നുണ്ട്. പക്ഷേ നാളെയേക്കാൾ പ്രാധാന്യം ഞാൻ കാണുന്നത് ജനുവരി 31-ലാണ്. ജനുവരി 31-നാണ് ബംഗാളിലേക്ക് ബീഹാറിൽ പോയതിനു ശേഷം വീണ്ടും എത്തുകയാണ് ന്യായയാത്ര. അപ്പോൾ പോകുന്നത് മാൽഡയും മുർഷിദാബാദും ഒക്കെ വഴിയാണ്. അത് കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡാണ്. ആ കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു തരത്തിലുമുള്ള ഒരു സഹകരണം ഉണ്ടാകില്ല എന്ന് തൃണമൂൽ പറയുകയാണ്. അതായത് സഖ്യത്തിലേക്കില്ല എന്നതിന്റെ കൃത്യമായ ഒരു മറുപടിയായി ഇത് വരികയാണ്. അപ്പോൾ ഒരു ടൈപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി മമതാ ബാനർജി ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമായിരിക്കും. പക്ഷേ അതൊരു പാൻ ഇന്ത്യൻ അലയൻസ് എന്ന രീതിയിൽ ഒരു പോസ്റ്റ്പോൾ, ഒരു സാധ്യത മാത്രമായിട്ടാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഒന്നിച്ച് മത്സരിക്കാനുള്ള വഴികളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചാബ് എടുത്താൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടേതും അതേ സ്റ്റാൻഡ് തന്നെയാണ്. ഭഗവന്ത് മാൻ അവിടുത്തെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, 13 സീറ്റിലും ഞങ്ങൾ ഒന്നിച്ച് മത്സരിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ഇതിലിപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കുമെന്നൊക്കെ KC വേണുഗോപാൽ പറയുന്നത് ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു സാധ്യത അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതിൽ മമതാ ബാനർജി പ്രതിപക്ഷ മുന്നണിയുടെ ഒരു മുഖമായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന രീതിയിൽ മമതയുടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മമത നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അത് നടക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നതുകൂടി ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ മമതാ ബാനർജിയുടെ പേര് പോലും ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ടാകാം ഒരു പക്ഷേ പുറത്തേക്ക് വന്നത് മുഴുവൻ നിതീഷ് കുമാർ, മല്ലികാർജ്ജുൻ ഖാർഗെ, ഈ 2 പേരുകളിൽ തട്ടി നിൽക്കുകയായിരുന്നു. മമത തന്നെ ഖർഗെയുടെ പേര് പറയുന്നുണ്ട്. നിതീഷ് കുമാർ ഇപ്പോൾ കുറച്ചുകൂടി മോദിയോട് അടുക്കുന്നതിന്റെ ചില സൂചനകളൊക്കെ കാണുന്നുണ്ട്. ബീഹാറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിതീഷ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും എന്നതറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. കോൺഗ്രസിന് ബംഗാളിലെ പെർഫോമൻസ് മോശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2014-ൽ 4, 2019-ൽ 2, 2024-ൽ ഒരുപക്ഷെ 0 ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മമത വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്, റിസ്ക് എടുക്കേണ്ടതില്ല എന്ന് മമത തീരുമാനിച്ചതാകാനാണ് ബംഗാളിലെ സാഹചര്യം എന്നാണ് ഞാൻ കരുതുന്നത്. കുനാൽ ഘോഷ്, തൃണമൂലിന്റെ വക്താവ് കുനാൽ ഘോഷ് പറഞ്ഞത് ഒരു അൺജസ്റ്റിഫൈഡ് ബാർഗൈനിങ് ആണ് കോൺഗ്രസ് നടത്തുന്നത്. 6 അവസാനം എത്തി നിന്ന ഒരു നമ്പർ. അപ്പോൾ 6 പറ്റില്ല. ആദ്യം 10 ചോദിച്ചു, പിന്നീട് 6 എത്തി. 4 പോലും തൃണമൂൽ വഴങ്ങാൻ പോകുന്നില്ല എന്നത് അവിടെ കുനാൽ ഘോഷ് വ്യക്തമായി പറയുന്നു. ഇവിടെ BJP-യുടെ ഒരു സാധ്യത കൂടി നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ 2019-നേക്കാൾ അവർക്ക് എല്ലായിടത്തേക്കും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സുഗാന്ത മജുംദാർ കൃത്യമായി മമതയുടെ സ്ട്രോങ് ഹോൾഡ്സിൽ അവിടെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ വർഷമേ തുടങ്ങി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു മെഷീനറിയായി അവരവിടെ മാറ്റിയിരിക്കുകയാണ്. അത് മമത തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കടന്നു ചെന്ന് ആക്രമിക്കുന്ന ശൈലി അവർ ഇത്തവണ എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ തവണ കിട്ടിയ 22 തന്നെ നിലനിർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുക, പരമാവധി സീറ്റുകൾ ഇത്തവണ നേടുക എന്നതാണ് മമതയുടെ ലക്ഷ്യം. 18 നിലനിർത്താൻ കഴിയില്ല BJP-ക്ക് എന്നൊക്കെ വിലയിരുത്തുന്നവരുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ 18 അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവരവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിതീഷ് കുമാർ ഒരു 1 സ്റ്റെപ്പ് ഔട്ട് എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അഖിലേഷ് യാദവ് ഒരു ഓൾറെഡി ഗോൺ എന്ന സിറ്റുവേഷനാണ്. മമതാ ബാനർജി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അനുമതിയോടെയാണ് ഭഗവത് മാൻ 13-ൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആം ആദ്മിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് സ്റ്റിൽ മൊമെന്റിലാണ്. ന്യായയാത്ര ഇങ്ങനെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഓളമല്ലാതെ മുന്നണിക്ക് ഒരു ഓളം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ്
കോൺഗ്രസ് പിടിവാശി കാണിച്ചു എന്നൊക്കെ ആം ആദ്മി പറയുന്നത് എന്ത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല. കാരണം ഡൽഹി യോഗത്തിലൊക്കെ കോൺഗ്രസ് വളരെ ഫ്ലെക്സിബിൾ ആയുള്ളൊരു അപ്രോച്ചാണ് അരവിന്ദ് കെജ്രിവാളുമായി ഖർഗെയുടെ വസതിയിലെ കൂടിക്കാഴ്ചയിലൊക്കെ എടുത്തത്. പക്ഷേ എല്ലാവരും അവരവരുടെ ഒരു നേട്ടം എന്ന രീതിയിലേക്ക് ഒരു സെൽഫിഷ് മോട്ടീവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ കാണുന്നത്. മമത മുന്നണിക്ക് പുറത്താണ്. Meet the editors.